പണ്ട് നന്ദി ഗ്രാമത്തിൽ ശിവനന്ദ എന്ന പേരോടുകൂടി ഒരു ദേവദാസി ഉണ്ടായിരുന്നു. വലിയ ശിവഭക്തിയായിരുന്നു അവൾ. എങ്കിലും കാലചാര പ്രകാരവും ജീവിത നിവൃത്തിക്കുമായി അവൾ വേശ്യാവൃത്തി സ്വീകരിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ധനികനായ ഒരു വൈശ്യൻ ശിവനന്ദയുടെ ഗൃഹത്തിൽ വന്നു ചേർന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ സൗവർണ തേജസ്സോടുകൂടിയ ഒരു രത്ന ശിവലിംഗവും ഉണ്ടായിരുന്നു. ശിവലിംഗം കണ്ടതോടെ ശിവനന്ദ അതിൽ ആകൃഷ്ടയായി മാറി. അവൾ വൈശ്യനോട് ശിവലിംഗം തനിക്ക് നൽകുവാൻ ആവശ്യപ്പെട്ടു. സുന്ദരി, ഞാൻ ഭക്തിപൂർവ്വം ഉപാസിക്കുന്ന മൂർത്തിയാണിത്. എങ്കിലും നിനക്ക് ഞാനത് നൽകാം. പകരം നീ എനിക്കെന്ത് നൽകും? വൈശ്യൻ ചോദിച്ചു. ഹേ പുരുഷ, അങ്ങ് ശിവലിംഗം നൽകുന്ന പക്ഷം 3 ദിവസത്തേക്ക് ഞാൻ അങ്ങയുടെ പത്നിയായി വസിക്കുന്നതാണ്. ശിവനന്ദ മറുപടിയായി നൽകി. വൈശ്യൻ സമ്മതിച്ചു. അയാൾ ശിവലിംഗം അവൾക്ക് സമ്മാനിച്ച ശേഷം ആ ഗ്രഹത്തിൽ വാസമാക്കി. പക്ഷെ അന്ന് രാത്രി അതിദാരുണമായ ഒരു സംഭവം നടന്നു. ശിവനന്ദയുടെ പൂജാമുറി അഗ്നിക്കിരയായി. അവിടെ സൂക്ഷിച്ചിരുന്ന ശിവലിംഗം പൊട്ടിത്തെറിച്ചു. അരുമയോടെ താൻ സംരക്ഷിച്ച് പൂജിക്കുകയും ചെയ്തു പോകുന്ന ശിവലിംഗത്തിന്റെ നാശം വൈശ്യനെ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹം ശിവദേവനയാൽ അഗ്നിയാൽ ചാടി മരിച്ചു. ശിവനന്ദ ആകെ വിഷമിച്ചു പോയി. വൈശ്യന്റെ പത്നിയായി 3 ദിവസം വസിക്കാമെന്ന് വാക്ക് നൽകിയാണ്. അത് പാലിക്കാതിരിക്കുന്നത് സത്യവിരുദ്ധമാണ്. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ശിവനന്ദ അഗ്നിപ്രവേശത്തിന് തയ്യാറായി. അപ്പോൾ അരുത് എന്നൊരു അജ്ഞാത ശിവനന്ദ കേട്ടു. അമ്പരന്നുപോയ അവൾ ആ ഭാഗത്തേക്ക് നോക്കി. അവിടെ തേജസ്വിയായ പരമേശ്വരൻ. സുന്ദരി, നിന്റെ ഭക്തിയും സത്യവ്രതവും പരീക്ഷിക്കുകയായിരുന്നു ഞാൻ. അതിൽ നീ വിജയിച്ചിരിക്കുന്നു. വൈശ്യനായി ഇവിടെ വന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയായിരുന്നു. എന്തു വരം വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാവുന്നതാണ്, ഭഗവാൻ അരുളി ചെയ്തു. ശിവനന്ദ ബുദ്ധി പരാവശ്യത്താൽ സ്വയം മറന്നു. അവൾ പരമേശ്വരനെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് അപേക്ഷിച്ചു. ദേവേശ്വര, അവിടെ നിന്നെപ്പോഴും എന്നെന്നും വസിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെയാവട്ടെ, പരമേശ്വരൻ അനുഗ്രഹിച്ചു. അനന്തരം അദ്ദേഹം ശിവനന്ദയുടെ ആത്മാവിനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അടുത്തത് ശങ്കരൻ ത്രിപുരാന്തകനായ കഥയാണ്. തുടരും.